സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഫസ്റ്റ് റിപ്പോർട്ട് പുതിയൊരു ചാനലാണ്. എന്തായാലും കാണാനിടയായി. അതിൽ ഒരു പൊട്ടൻ ചോദിക്കുകയാണ്, ആരുടെ ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി RV ബാബുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടത് വലത് പക്ഷ മുന്നണികൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഹമാസിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. കാരണം ഈ ഹമാസ് ചെയ്യുന്നത് എന്താണ്? 1948 വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്തില്ലായിരുന്നു. നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ, വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യം എന്നില്ലാതായി 48 ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന് അവർക്ക് കിടക്കാനിട ഇടമില്ല. ലോകത്ത് മൊത്തം പീഡിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആയിരുന്നാലും ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ കൂട്ടക്കൊല ചെയ്തു. ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തു. അപ്പോൾ അവർക്ക് വീടും കൂടും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു മുസ്ലിങ്ങൾ. അതിന് അവർ പ്രതിഫലമായി കൊടുത്തത് ആ രാജ്യത്തെ വെട്ടിപ്പിടിച്ചു, ആയുധം കൊണ്ടും അല്ലാതെ കീഴടക്കി അവിടെയുള്ള കുട്ടികളെ സ്ത്രീകളെ കൊന്നുകൂട്ടി. അപ്പോൾ ഇതാണ് മുസ്ലിങ്ങളോട് അവർ ചെയ്ത് കൊടുത്ത പ്രതിഫലം. അതാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം, ഇതാണ്. അപ്പോൾ ഇത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞിടാത്തണ്ട. അപ്പോൾ അറിയാം, എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയണം. പിന്നെ ഹമാസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. അത് അവർക്ക് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുകയാണ്. അവരെ നിങ്ങളിപ്പോൾ ഭീകരന്മാരാണെന്നാ അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികളാണെന്നാ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾ ഈ അമേദ്യം ഭക്ഷിച്ച് മൂത്രം കുടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തിയില്ല. നിങ്ങൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ ഇതാണല്ലോ ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഇപ്പോൾ കേരളത്തിൽ മതഭീകരത ഉണ്ടാക്കുക, വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുക, ഇന്ത്യയിൽ മൊത്തം വിപ്ലവം ഉണ്ടാക്കുക, അക്രമം ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുക, ഗർഭിണികളെ തൃശൂലം വെച്ച് കുത്തി കുട്ടികളെ പുറത്തെടുത്തുക, അതിനെ ചുട്ടുകൊല്ലുക, ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ പൂർണ്ണ നഗ്നരാക്കുക, ഒരു കൂട്ടം ജനങ്ങളായിട്ട് RSSകാരെല്ലാം കൂടെ ബാക്കിൽ പോവുക, അവരെ ബലാത്സംഗം ചെയ്യുക, ആ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക, എന്നിട്ട് ചുട്ടുകൊല്ലുക. അപ്പോൾ സാക്ഷിയില്ല, ഒന്നുമില്ല. ആസ്ട്രേലിയ മിഷണറിയെയും 2 കുട്ടികളെയും അതേപോലെ ചുട്ടുകൊന്നു, ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളും ഇസ്രയേലികൾ, അതായത് സംഘപരിവാറുകാരും യഹൂദന്മാരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. പക്ഷേ സംഘപരിവാർക്ക് അറിഞ്ഞുകൂടാ ഇസ്രയേലികൾ ആരാണെന്നുള്ളത്. അത് പിന്നീട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും